ഹായ് ഓൾ, അങ്ങനെ സർവ്വമായയിലൂടെ തിരിച്ചു വന്ന നിവിൻ പോളിനെ ഒറ്റപ്പടം കൊണ്ട് വീണ്ടും ഫ്ലോപ്പ് സോണിലോട്ട് ആക്കിയിരിക്കുകയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ. ഇനി മുന്നേ ഇറങ്ങിയ രാമചന്ദ്ര ബോസ് ആൻഡ് കോ, പിന്നെ മലയാളി ഫ്രം ഇന്ത്യ, അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണിതും. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബോബി സഞ്ജയുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ഷോ ഇത് കാണാൻ പോയത്. പക്ഷേ ഇത്ര ലേസി ആയിട്ടുള്ള റൈറ്റിംഗ്, അതിൻ്റെ തന്നെ പൂവർ എക്സിക്യൂഷൻ, പിന്നെ എന്തെങ്കിലും ഈ പടത്തിൻ്റെ അത് നല്ലതുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊന്നും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെയെങ്കിലും 2 മണിക്കൂർ ഈ പടം കൊണ്ടൊന്ന് ഇറങ്ങിപ്പോന്നാൽ മതി എന്നുള്ള രീതിയിലായിപ്പോയി. ഒരുപാട് കണ്ടുമടുത്ത പ്രമേസ് ആയതുകൊണ്ട് തന്നെ യാതൊരു ഓഫ് ഫാക്ടറും ഇമോഷണൽ കണക്റ്റും ഒന്നും പടത്തിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. പിന്നെ ഈ പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നിയത് ചുമ്മാ പെട്ടെന്ന് എടുത്തു തീർക്കണം എന്നുള്ള രീതിയിൽ എടുത്ത പടമായിട്ട് തോന്നി. കാരണം ഭയങ്കര ലേസി ആയിട്ടാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ പോയിരിക്കുന്നത്. ഇതിൻ്റെ ഡയറക്ഷൻ ആയിക്കോട്ടെ, ഇതിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർ ഒരു ഭയങ്കര എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ പെർഫോം ചെയ്തിട്ട് പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതല്ലാതെ ഇതൊരു പെർഫെക്റ്റ് മൂവി ആക്കണം എന്നുള്ള രീതിയിൽ മേക്ക് ചെയ്ത മൂവി ആയിട്ട് എനിക്ക് ഒട്ടും തോന്നിയില്ല. കാരണം ഒരു ഹാഫ് ബേക്ക്ഡ് കേക്ക് എന്നുള്ള രീതിയിലാണ് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കാണാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ് നിങ്ങൾ കാണുക. ഞാൻ ഒരിക്കലും ഇത് 200 രൂപ കൊടുത്ത് തിയേറ്ററിൽ കാണാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. എൻ്റെ പൈസ പോയെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഇത് OTT ഇറങ്ങിയാലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. എനിക്ക് പേഴ്സണലി പടം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബോബി സഞ്ജയുടെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് സ്ക്രിപ്റ്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പം നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കാണാൻ പോകുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.